എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, 2-3 ദിവസമായി ഞാൻ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. കാരണം ഞങ്ങള് തിരുപ്പതി അമ്പലത്തിൽ പോയിരിക്കുമായിരുന്നു. അപ്പോൾ തിരുപ്പതി അമ്പലത്തിൽ പോയിട്ട് ഞങ്ങള് ഇന്നലെ ഇങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അപ്പോൾ പ്രസാദമൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. തിരുപ്പതിയിൽ പോയാൽ അറിയാലോ, തിരുപ്പതിയിൽ പോയി കഴിഞ്ഞാൽ തിരുപ്പതിയിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് അവിടുത്തെ ലഡു. ഇതാണ് തിരുപ്പതി ലഡു. വളരെ ഫേമസ് ആണ് തിരുപ്പതി ലഡു. ഹേ ഗൈസ്, അപ്പോൾ ഇതാണ് തിരുപ്പതിയിലെ ലഡു. കറിയുണ്ട് ഗൈസ്, ഇരിക്കട്ടെ. ഇത് തിരുപ്പതി ലഡു, ഇത് പത്മാവതി ടെമ്പിളിലെ ലഡു, ഇത് ഇസ്കോൺ ടെമ്പിളിലെ ലഡു. ഇതാണ് തിരുപ്പതി അമ്പലത്തിലെ മെയിൻ തിരുപ്പതി അമ്പലത്തിലെ ലഡു. ഇതിങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ പ്രസാദമായിട്ട് എല്ലാവർക്കും ലഡു, എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുപ്പതി അമ്പലത്തിൽ പോകുന്നതും തിരുപ്പതി അമ്പലത്തിലെ ടിക്കറ്റ്, അതായത് ദർശനത്തിന് വേണ്ടുന്ന ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരാം. ഇപ്പോൾ നമുക്ക് തിരുപ്പതി അമ്പലത്തിലേക്ക് ഞങ്ങൾ പോയതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ചൊന്ന് കാണാം. ഞങ്ങൾ ഇവിടുന്ന് ട്രെയിൻ പിടിച്ചതുകൊണ്ട്, പിന്നെ തിരുപ്പതി അമ്പലത്തിൽ ചെന്നതുകൊണ്ട്, ക്യൂവിൽ നിന്നതുകൊണ്ട്, അമ്പലത്തിൽ ചെന്ന് തൊഴുതിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനുള്ള ശക്തി ഇല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. എന്നാലും തിരുപ്പതി അമ്പലത്തിലെ എല്ലാ വീഡിയോയും ഞാൻ എടുത്തിട്ടുണ്ട്. തിരുമല എന്ന് പറയുമ്പോൾ മലയുടെ മേളിൽ, അവിടാണ് മെയിൻ അമ്പലം. തിരുപ്പതി എന്ന് പറയുമ്പോൾ താഴെ നമ്മളൊരു 5-6 അമ്പലത്തിൽ പോകും. ഞാൻ അതിന്റെ വീഡിയോസ് ഒന്നും എടുത്തില്ല. ഞാൻ അതിന്റെ വീഡിയോസ് ഒക്കെ നേരത്തെയുള്ള എൻ്റെ തിരുപ്പതി യാത്രയിലുള്ള വീഡിയോയിൽ ഞാൻ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ഞങ്ങൾ തിരുപ്പതി അമ്പലത്തിലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീഡിയോകളൊക്കെ ഒന്ന് കാണൂ. അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ലഡു ഇവിടെ വയ്ക്കട്ടെ. അപ്പൊ തിരുപ്പതി അമ്പലത്തില് ഞങ്ങൾക്ക് ഇപ്പൊ ദർശനം കിട്ടിയത് രാത്രിയിൽ 9 മണിക്കാണ് ദർശനത്തിനുള്ള ടിക്കറ്റ് കിട്ടിയത്. ഞങ്ങൾ ഒരു 7 മണിയായപ്പോൾ ലൈനിൽ കയറി. തിരുപ്പതി അമ്പലത്തിൽ, അതായത് തിരുമല മെയിൻ വെങ്കടേശ്വരനെ തൊഴാനായിട്ട് 7 മണിയായപ്പോൾ ഞങ്ങൾ ലൈനിൽ കയറി. 7 മണിയായപ്പോൾ കയറിയിട്ട് ഞങ്ങൾക്ക് ദർശനം കിട്ടിയത് എത്ര മണിക്കാണെന്നറിയണോ? 12 മണിക്ക്. എന്റെ ദൈവമേ, ലൈൻ എന്ന് പറഞ്ഞാലും പോരാത്ത ലൈൻ. ഇപ്പൊ ഭയങ്കര തിരക്കുള്ള സമയം. ഞങ്ങൾ വിചാരിച്ചു ഇപ്പൊ അവിടെയൊക്കെ മഴയായിരിക്കും, അതുകൊണ്ട് ലൈന് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ടിക്കറ്റ് എടുത്തത്. പക്ഷെ ഭയങ്കര ലൈനായിരുന്നു. എത്ര മണിക്കൂർ നിന്നു? 7, 8, 8, 9, 10, 11, 12, 13, 5 മണിക്കൂർ ക്യൂവിൽ നിന്നു. ഞങ്ങൾ തൊഴുതിട്ട് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 12:30 ആയി. അന്നേരം ഇറങ്ങി പിന്നെ ലഡു ഒക്കെ മേടിച്ച് പിന്നെ അമ്പലത്തിന്റെ ചുറ്റിനും ഒക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ ഞങ്ങള് ബസ് കയറാനായിട്ട് 2 മണിയായപ്പോൾ ബസ് കയറുന്നിടത്ത് വന്നു. ബസ് സ്റ്റാൻഡിൽ വന്നു. തിരുമലയിലെ ഞങ്ങൾ താമസിച്ചത് തിരുപ്പതിയിലാണ്. തിരുമലയിൽ താമസിക്കുകയെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ നമുക്ക് റൂംസ് കിട്ടും. ഞങ്ങൾ താമസിച്ചത് തിരുപ്പതിയിലാണ്. അപ്പൊ 2 മണിക്ക് ഞങ്ങൾ ബസ് കയറാനായിട്ട് വന്നപ്പോൾ ബസ്സില്ല. 1 മണി തൊട്ട് 3 മണി വരെ രാത്രിയിൽ അവിടെ നിന്ന് താഴോട്ട് ബസ് വിടത്തില്ല, മേളോട്ടും വിടത്തില്ല, താഴോട്ടും വിടത്തില്ല. അപ്പൊ 3 മണി കഴിഞ്ഞിട്ടേ പിന്നെ ബസ് ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. 3 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ബസ് കിട്ടി. അങ്ങനെ 3 മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴെ വന്ന് റൂമിൽ വന്ന് ഉറങ്ങി എന്ന് പറയാൻ പറ്റൂല. 4:30-5 മണിയോളായി കിടന്നപ്പോ. പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ എണീറ്റിട്ട് ഞങ്ങൾക്ക് താഴെയുള്ള, അതായത് ഞാൻ പറഞ്ഞല്ലോ തിരുപ്പതിയിലെ ഒരു 5-6 അമ്പലത്തിൽ പോകണമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ അമ്പലത്തിലൊക്കെ പോയി. ചുരുക്കം പറയാം, രാത്രിയിൽ ഉറങ്ങിയില്ല. എന്നാലും ആ ഒരു ക്ഷീണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള യാത്രയായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും തിരുപ്പതി അമ്പലത്തിൽ പോകാറുണ്ട്. അപ്പൊ നമ്മൾ എല്ലാ വർഷവും പോകുമ്പോഴത്തേന് ഇവിടുന്ന് ചെല്ലുന്ന ദിവസം യാത്ര കഴിഞ്ഞിട്ട് ചെല്ലുന്നതല്ലയോ, ക്ഷീണമാവുന്നതുകൊണ്ട് ഞങ്ങൾ റൂമിൽ റെസ്റ്റ് എടുക്കും. പിറ്റേന്ന് രാവിലെ ആയിരിക്കും ഞങ്ങളുടെ ദർശനത്തിന്റെ ടിക്കറ്റ് ഉള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ ചെന്നതിന്റെ അന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ ദർശനത്തിനുള്ള ടിക്കറ്റ്. അതുകൊണ്ട് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് ചെന്നു, അന്ന് വൈകുന്നേരത്തെ ദർശനം, പിറ്റേന്ന് രാവിലെ ബാക്കിയുള്ള അമ്പലങ്ങളിലെല്ലാം പോയി. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ട്രെയിൻ പിടിച്ചു വീട്ടിൽ വരികയും ചെയ്തു. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോയതിന്റെയും തിരുപ്പതി അമ്പലത്തിലേക്കുള്ള യാത്ര ഇവിടെ തുടങ്ങുവാണ്. ഞങ്ങൾ പോകുന്നത് ചെന്നൈ എക്സ്പ്രസ്സിലാണ് പോകുന്നത്. ഫ്ലൈറ്റിന് വേണമെങ്കിൽ ഫ്ലൈറ്റിനും പോകാം, എങ്ങനെ വേണമെങ്കിലും പോവാം. പക്ഷേ ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ട്രെയിനാണ്. ഞങ്ങളുടെ ട്രെയിന് രാത്രി 9 മണിക്ക് വരേണ്ടതാണ്. ഇപ്പോൾ 11 മണിയായി. കാരണം ഇവിടെ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഉള്ള ഒരു വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വെള്ളം കയറിയെന്ന്, മഴ പെയ്തിട്ട്. അതുകൊണ്ട് ട്രെയിനുകളെല്ലാം വളരെ ലേറ്റായിട്ടാണ് ഓടുന്നത്. കുറച്ച് ട്രെയിനുകളൊക്കെ ക്യാൻസലായി. എന്തായാലും ഞങ്ങൾ ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി. തിരുപ്പതി അമ്പലത്തിന് ദർശനത്തിന് വേണ്ടിയിട്ട് TTD എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഒരു ടിക്കറ്റ് 300 രൂപ. 300 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, 1000 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. അത് കണക്ക് ഫ്രീ ആയിട്ടും നമുക്ക് തൊഴാനും പറ്റുന്ന ഇതും ഉണ്ട്. നമ്മളിപ്പോൾ 300 രൂപയുടെ ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ഞങ്ങൾ TTD എന്ന് പറയുന്ന ആപ്പിലൂടെ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. കാരണം എല്ലാ മാസവും 25-ാം തീയതി മാത്രമേ ഈ ആപ്പിലെ സൈറ്റ് ഓപ്പൺ ആവത്തുള്ളൂ.
കാണത്തുള്ളൂ ടിക്കറ്റ് ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. രാവിലെ 10 മണിക്ക് ഈ സൈറ്റ് ഓപ്പൺ ആയാൽ ഒരു 10:15 ആകുമ്പം ക്ലോസ് ആയി പോകും. അതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ഒരു ഏജൻറ്റിനെ ഏൽപ്പിച്ചിട്ടാണ് തിരുപ്പതി അമ്പലത്തിലേക്കുള്ള ദർശനത്തിൻ്റെയും അതേ കണക്ക് താമസ സൗകര്യത്തിനുമുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ മാസവും ഒരു ദിവസം മാത്രമേ ഈ സൈറ്റ് ഓപ്പൺ ആവൂ എന്ന് ഓർക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ തിരുപ്പതി സ്ഥലത്തെത്തി. അവിടുത്തെ മെയിൻ കാര്യമെന്ന് പറഞ്ഞാൽ ഭക്ഷണം. അവിടുത്തെ എല്ലാ ഹോട്ടലിലെ ഭക്ഷണമൊന്നും എല്ലാവർക്കും ഒന്നും പിടിക്കണമെന്നില്ല. കാരണം പല ടൈപ്പിലുള്ള ആഹാരമാണ് അവിടെ കിട്ടുന്നത്. ഇഡ്ഡലിയും ദോശയൊക്കെ കിട്ടും, പക്ഷേ എന്നാലും ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഈ ഒരു റെസ്റ്റോറൻറ്റിനാണ്. ഇവിടുത്തെ ആഹാരം വളരെ നല്ല ആഹാരമാണ്. ഞങ്ങൾക്ക് വയറിനൊന്നും ഒരു പ്രശ്നവും വരത്തില്ല. കാരണം 4-5 മണിക്കൂർ അമ്പലത്തിൽ ക്യൂ നിൽക്കേണ്ടതാണ്. അപ്പോൾ വയറിനൊന്നും ഒരു പ്രശ്നവും വരാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് നല്ല സ്ഥലം നോക്കി ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് താമസ സൗകര്യത്തിനാണ്. താമസ സൗകര്യത്തിന് ഞങ്ങൾ തിരുപ്പതി അമ്പലത്തിൻ്റെ അണ്ടറിൽ തന്നെയുള്ള ശ്രീനിവാസം കോംപ്ലക്സ് എന്ന് പറയുന്ന താമസ സ്ഥലത്ത് അവിടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയും 100 രൂപ മുതൽ നമുക്ക് റൂം കിട്ടും. അതല്ല നമുക്ക് അവിടെ ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് വെയിറ്റിംഗ് റൂമുണ്ട്. അവിടെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ കുളിക്കാനും നമുക്ക് വാഷ്റൂം ഉപയോഗിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. നമുക്ക് അവിടെ നിന്ന് കുളിച്ച് ഫ്രഷായി നമുക്ക് അമ്പലത്തിൽ പോവാം, റൂം ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഞങ്ങൾ ഇപ്പോൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് നല്ലൊരു റൂമാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അവിടെ ചെന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഇന്ന് വൈകിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് ദർശനം ഉള്ളതും. അതായത് 9 മണിക്കാണ് ഞങ്ങൾക്ക് ടൈമിംഗ് ഉള്ളത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എപ്പോഴാണോ അമ്പലത്തിൽ ദർശനത്തിന് ചെല്ലേണ്ടത് ആ ടൈമിങ്ങും ആ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിലുണ്ടാവും. ആ സമയമാകുമ്പോഴത്തേനും നമ്മൾ ക്യൂവിൽ കയറണം. അപ്പം നമുക്ക് 9 മണിക്കാണ് തൊഴാനായിട്ട് ചെല്ലേണ്ടത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു 6 മണിയാകുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇറങ്ങണം. അതായത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന തിരുപ്പതി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഇതിൻ്റെ തിരുമല എന്ന് പറയുന്ന മലയുടെ മുകളിലാണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ യാത്രയുണ്ട്. അപ്പോൾ അതിനായിട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുവാണ്. ഇനി അമ്പലത്തിലെ കാഴ്ചകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലിറങ്ങി. ഇനി ഞങ്ങൾക്ക് റൂം നോക്കണം. റൂം നോക്കുന്നത് ശ്രീനിവാസം കോംപ്ലക്സിലാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഹൈലി റെക്കമെൻഡഡ് ആണ്. നല്ല ഫുഡാണ്. ആരെങ്കിലും തിരുപ്പതിയിൽ വരുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കുക. ഒരു പ്രശ്നവും വരത്തില്ല കേട്ടോ.